അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഓരോ നേതാക്കളും മൺമറഞ്ഞ നേതാക്കളും ഓരോ ചരിത്ര പുസ്തകം കണക്കെ അവർ വളരെ കൃത്യമായി തന്നെ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഓരോ നേതാക്കളാണ്. ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്നത് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ ബഹുമാന്യനായ പ്രിയപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിയോഗം നടന്നൊരു ദിനമാണിന്ന്. ഹിജ്റ വർഷം 1392 ദുൽഹിജ്ജ് 13 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വിയോഗം. ഇതേപോലത്തെ ഒരു ദുൽഹിജ്ജ് 13 പ്രിയപ്പെട്ട തങ്ങൾ നമ്മോട് വിട പറഞ്ഞത്. ഹജ്ജുകാലത്തെ കണ്ണീരോർമ്മ എന്ന തലക്കെട്ടിൽ നൗഫൽ വാഫി കിഴക്കോത്ത് എഴുതിയിട്ടുള്ള ലേഖനമാണ് പ്രിയപ്പെട്ട ബാഫഖി തങ്ങളെക്കുറിച്ച്. അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓരോ നേതാക്കളെ നമ്മൾ ഓർത്തെടുക്കുന്നത് ഓരോ ചരിത്ര പുസ്തകം കണക്കിയാണ് ഓരോ നേതാക്കളും നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുള്ളത്. അവരുടെയൊക്കെ പിന്മുറക്കാരായി ജീവിക്കാൻ നമുക്ക് ലഭിച്ച അവസരം നമുക്കൊരിക്കലും അത് പാഴാക്കാതെ മുന്നോട്ടുള്ള പ്രയാണം ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലൂടെ തന്നെ പ്രവർത്തിച്ച് ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സേവനവും നടത്തി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവരൊക്കെ കാണിച്ചു തന്ന പാന്താവിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ പ്രസ്ഥാനം 7.5 പതിറ്റാണ്ട് കഴിഞ്ഞും ഇന്നും ഇത് വളരെ കൃത്യതയോടുകൂടെ തന്നെ 1948 മാർച്ച് 10 ഈ പ്രസ്ഥാനം മദ്രാസിലെ രാജാജി ഹാളിൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, സിദി സാഹിബ് അടങ്ങുന്ന ഒരു നേതൃത്വം നമുക്ക് മുന്നിൽ വെച്ചപ്പോൾ ഇന്നും ഒരു പോറലും ഏൽക്കാതെ അതിൻ്റെ പതാകക്കോ അതിൻ്റെ ചിഹ്നത്തിനോ അതിൻ്റെ ഭരണഘടനക്കോ ഒരു പോറലും ഏൽക്കാതെ ഇന്നും ഇത് നിലനിൽക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള സമുന്നതരായ പണ്ഡിതന്മാർ, സൂഫിവര്യന്മാർ, പ്രിയപ്പെട്ട സമുന്നതരായ നേതാക്കൾ നമ്മൾക്ക് മുന്നിലൂടെ കടന്നുപോയി അവർ തെളിയിച്ച ആ ഒരു പാന്താവ് ഇന്നും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആ ഒരു മനസ്സ് പോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനം ഉയർച്ചയിൽ നിന്നും ഉയരങ്ങളിലേക്ക് നീണ്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വളരെ കൃത്യതയോടുകൂടെ തന്നെ വേറിട്ട ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുൻതൂക്കം നൽകുന്ന കേവലം രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എന്ന രീതിയിൽ ലാക്കാക്കാതെ തന്നെ ജനമനസ്സുകളിൽ ഇടം നൽകി ലോകത്ത് തന്നെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു വേറിട്ട പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നും ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോവുകയാണ്. അതിനൊക്കെ നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിന് ഇന്നുള്ള ഒരു പോസിറ്റീവ് പ്രവർത്തനത്തെ പോസിറ്റീവ് എനർജിയോടുകൂടെ നമുക്കൊക്കെ പ്രവർത്തിക്കാൻ ഉണ്ടാക്കിയ ഒരു പാന്താവ് അത് ഇതുപോലുള്ള മൺമറഞ്ഞ സമുന്നതരായ സൂഫിവര്യന്മാരായ പണ്ഡിതന്മാരായ തൻ്റെ സമ്പാദ്യം മുഴുവനും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച ഇതുപോലുള്ള നേതാക്കളാണ് നമുക്ക് വഴികാട്ടികളായി നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ അചഞ്ചലമായി മുന്നോട്ട് പോകാൻ അതാത് വർത്തമാന കാലഘട്ടത്തിൽ നേതൃത്വം നൽകുന്ന നേതാക്കൾക്ക്, പണക്കാട് കുടുംബത്തിന് അടക്കമുള്ളവർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ പ്രിയപ്പെട്ട നൗഫൽ വാഫി കിഴക്കോത്തിൻ്റെ ആ ഒരു അനുസ്മരണം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ബാഫഖി തങ്ങളുടെ ഓർമ്മ, ഹജ്ജുകാലത്തെ കണ്ണീരോർമ്മ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട നൗഫൽ വാഫി കിഴക്കോത്ത് ഇന്നത്തെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വഫാത്തായത് ഇതുപോലൊരു ദുൽഹജ്ജ് 13
ഹിജ്റ 1392 പരിശുദ്ധ മക്കയിൽ വച്ചായിരുന്നു വിയോഗം. തങ്ങളുടെ ജീവിതവും രാഷ്ട്രീയവും ദർശനവും തലമുറകൾക്ക് വെളിച്ചവും പ്രചോദനവുമാണ്. മുസ്ലിം ലീഗ് വലിയ സ്വത്ത് പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയത്താണ് ബാഫഖി തങ്ങൾ അതിഭീഷണശാലി മുസ്ലിം ലീഗിൻ്റെ തേര് തെളിയിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എല്ലാം ത്യജിച്ച് മുന്നിൽ നിന്നതിൻ്റെ പരിണിത ഫലമായി വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലും മുസ്ലിം സമൂഹം നിശ്ചലാവസ്ഥയിലാവുകയോ ഏറെ പിന്നിൽ പോവുകയോ ചെയ്തിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ്. സമുദായം അനുഭവിച്ച ഈ പിന്നോക്കാവസ്ഥയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ആർജവമുള്ള ഒരു നേതാവിനെ ആവശ്യമായിരുന്നു. അതായിരുന്നു ബാഫഖി തങ്ങൾ. സമുദായവും സമൂഹവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. വിദ്യാഭ്യാസ പുരോഗതിയാണ് സമൂഹത്തിൻ്റെ നാനോന്മുഖമായ പുരോഗതിക്ക് അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ തങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ശ്രദ്ധിച്ചു. ബാഫഖി തങ്ങൾ സ്വന്തമായി പല വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് നൽകി പഠിപ്പിച്ചു. മർഹൂം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ബാഫഖി തങ്ങളുടെ സ്കോളർഷിപ്പോടു കൂടിയാണ് പഠനം നടത്തിയത്. സി എച്ചിൻ്റെ നേതൃപാഠവും കണ്ടെത്തുന്നതിൽ ബാഫഖി തങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ, ഫാറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനത്തിലും തങ്ങളിൽ നിസ്തുലമായ പങ്കുവഹിച്ചു. പട്ടിക്കാട് ജാമിയ നൂരിയ, ഫാറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനത്തിലും തങ്ങളിൽ നിസ്തുലമായ പങ്കുവഹിച്ചു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പഠനവിധേയമാക്കുമ്പോൾ ബാഫഖി തങ്ങളുടെ ദീർഘവീക്ഷണവും കർമ്മ നൈരന്തര്യവും ബോധ്യപ്പെടും. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ തർക്കങ്ങൾക്ക് നൈതികമായി വിധി പറയാനും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും ഉള്ള അനുരഞ്ജന ശേഷി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾക്ക്. തങ്ങളുടെ അടുത്ത് തീർപ്പാവാത്ത പ്രശ്നങ്ങൾ അത്യപൂർവമായിരുന്നു. തങ്ങളുടെ ആജ്ഞാശക്തിയും അത്ഭുതമായിരുന്നു. നിത്യവും സത്യവും ന്യായവും ആണെന്നുറപ്പുള്ള കാര്യങ്ങൾ ആരുടെ മുമ്പിലും വെട്ടി തുറന്നു പറയാൻ തങ്ങൾക്ക് പ്രത്യേക ആർജവമുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രതിസന്ധി ഉയരുന്ന സമയങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങളിലൂടെ അതിനെ മറികടക്കാൻ തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. 1966 അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സപ്തകക്ഷി മുന്നണി രൂപീകരണവും മുസ്ലിം ലീഗ് പ്രസ്തുത മുന്നണിയിൽ പ്രവേശിക്കുന്നതും. ഖായിദുൽ ഖൗം എന്ന നാമത്തിൽ അറിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സ്വാതന്ത്ര്യാനന്തര മുസ്ലിം സമൂഹത്തിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിലും അഭിമാനകരമായ അസ്തിത്വ രൂപീകരണത്തിലും തീക്ഷണപരമായ നേതൃത്വം നൽകിയ മഹാമനീഷിയായിരുന്നു. സാമൂഹിക നീതിക്കും സാമുദായിക ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിനും വേണ്ടി ജീവിച്ചു. ഇടപെട്ട മേഖലയിലെല്ലാം അതിവിസ്മയകരമായ വ്യക്തിപ്രഭാവം കാണിച്ച് സാമൂഹിക നിർമ്മിതികളിൽ വലിയ പങ്കുവഹിച്ച് തൻ്റെ ജീവിതം അടയാളപ്പെടുത്തി കടന്നുപോയ മഹാമനീഷിയാണ് ബാഫഖി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ തലമുറകൾക്കും പാഠപുസ്തകമാണ്. ഞാൻ ഈ ലേഖനം വായിക്കുന്നതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓരോ മുസ്ലിം ലീഗ് നേതാക്കളും ഓരോ ചരിത്ര പുസ്തകങ്ങളാണെന്ന്. പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട പ്രിയപ്പെട്ട തങ്ങൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, തൻ്റെ മുഴുവൻ സമ്പത്തും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ചെലവഴിച്ച ഒരു നേതാവ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ചരിത്രത്തിൽ
ബഹുമാന്യനായ മർഹൂം അത്തോളിയിലെ മുത്ത് CH മുഹമ്മദ് കോയ സാഹിബ് അടക്കം പ്രിയപ്പെട്ട തങ്ങളുടെ ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പിൽ പ്രിയപ്പെട്ട തങ്ങളുടെ സ്കോളർഷിപ്പിലാണ് CH മുഹമ്മദ് കോയ സാഹിബ് പഠനം നടത്തിയത് എന്നുകൂടി ഈ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് നിങ്ങൾക്ക് മുമ്പിൽ കൂടി അവതരിപ്പിക്കുകയാണ്. ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവ് പ്രിയപ്പെട്ട ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അതുപോലെ തന്നെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റ് കാണാനൊരു അവസരം ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ട ഖായിദെ മില്ലത്തും ഖായിദുൽ ഖൗമും പാർലമെൻറ്റ് കാണാൻ അവസരം ലഭിച്ച ആ സമയത്ത് അകത്തേക്ക് കടക്കാൻ പാസ് എടുക്കാൻ പ്രിയപ്പെട്ട ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പാസ് എടുക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരിട്ട് പാർലമെൻറ്റിലേക്ക് കടന്നുപോയി. ആ ഒരു വിഷയത്തിൽ പ്രിയപ്പെട്ട ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ചരിത്രത്തിലൂടെ പറയുന്നു, ആ സെക്യൂരിറ്റി ഗാർഡിനോട് ഇവിടെ ഒരാൾ നിന്നിരുന്നു. ബാഫഖി തങ്ങൾ അദ്ദേഹം എവിടേക്കാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അകത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കണ്ടപ്പോൾ ഒരു മുഗൾ രാജാവ് കടന്നു വരുന്നത് പോലെ ആ ഒരു ആഢ്യത്തോടു കൂടി ആ ഒരു വലിയൊരു ഭാവത്തോടു കൂടി വലിയൊരു പ്രമുഖ രാജാവ് കടന്നു വരുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ തലപ്പാവും അദ്ദേഹത്തിൻ്റെ വേഷവിധാനം കണ്ടപ്പോൾ ഒരു മുഗൾ രാജാവിൻ്റെ ഒരു രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് പാസോ മറ്റൊന്നും ചോദിക്കാതെ അദ്ദേഹത്തെ പാർലമെൻറ്റിനകത്തേക്ക് കടത്തിവിട്ടു എന്ന് ആ സെക്യൂരിറ്റി പറഞ്ഞത് ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച്. ഒരുപാട് കാര്യങ്ങൾ തങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും. ഈ കേരളത്തിലും മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ഈ മദ്രസ പഠനങ്ങൾക്ക് തുടക്കമിടാൻ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ആ ഒരു പ്രേരണ എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ ചരിത്രത്തിലൂടെ നമ്മൾ കേട്ടതാണ്. ഒരു ഭാഗത്ത് നിന്ന് മദ്രസ ആരംഭിച്ച് മറുഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ ഇന്നും പ്രിയപ്പെട്ട തങ്ങളുടെ ഖബറിലേക്ക് പുണ്യമായി എത്തുന്നു എന്നൊരു സന്തോഷം കൂടി നമുക്ക് ഇതിലൂടെ പറയാനുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കുമ്പോൾ ബാഫഖി തങ്ങളുടെ ആ ഒരു വിയോഗം എത്രത്തോളം നമ്മൾ മനസ്സിൽ തട്ടുന്നു എന്നതാണ് ഞാൻ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ട തങ്ങൾ ജന്നത്തുൽ മുഅല്ലയിൽ മക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം നമ്മെയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.